Hi guys, welcome back to my channel. Today I'm gonna show you Chevrolet Beat in the pickup loss ആണ്. അത് എങ്ങനെയാണ് അത് നോക്കുന്നത്, സ്കാൻ ചെയ്യുന്നത്, അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലെറ്റ്സ് ഗോ. ഗോയ്സ്, ഇതാണ് Chevrolet Beat. EGR ഇളക്കാനുള്ള ശ്രമത്തിലാണ്. EGRൻ്റെ ത്രോട്ടിൽ ഇളക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത വ്യൂ ആണ് ഈ കാണുന്നത്. ഫുള്ള് കരിയായിട്ട് ബ്ലോക്കായിരിക്കുകയാണ്. ഇത് നമുക്കിത് ഇളക്കി ഫുള്ള് ക്ലീൻ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കാം. നമുക്ക് ഇളക്കി എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നോക്കേണ്ടതുണ്ട്. വോയിസ് ഇത് ഞാൻ ഇളക്കി എൻ്റെ മറ്റുള്ള പാർട്ടുകൾ ഇളക്കിയോടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇളക്കണമെങ്കിൽ ആ ഒരു ട്യൂബും കൂടെ ഇളക്കി വിടണം. വെള്ളത്തിൻ്റെ ഹീറ്റർ പൈപ്പാണ്. അത് പിന്നെ ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതൊന്ന് കാണാം. ഇത് ഞാൻ ഫസ്റ്റ് അതിൻ്റെ ത്രോട്ടിൽ എൻ്റെ EGRൻ്റെ പൈപ്പൊക്കെ ഇളക്കിയാണ്. ഇത് ഫുള്ള് ബ്ലോക്കാണ്. ഇതൊന്നും വർക്ക് ആവാണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വണ്ടി പിക്കപ്പ് ലോസ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് ഇളക്കി പിന്നീട് ക്ലീൻ ആക്കാം. ഗോയ്സ്, നമ്മൾ EGR അങ്ങനെ ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തെടുക്കാം. നമ്മൾ EGR അങ്ങനെ വന്നിട്ടുണ്ട്. ഈ സാധനമാണ് നമ്മളെ EGR. പിന്നെ നമുക്കിതിൻ്റെ സെൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. വർക്കിംഗ് ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് നോക്കണം പ്രോപ്പറായിട്ട്. വണ്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഗോയ്സ്, ഇതിൻ്റെ പിന്നീട് ഞാൻ ഇതിൻ്റെ ലുക്ക് കാണിച്ചു തരാം. ഇല്ലറ്റ് അസസ്റ്റിൻ്റെ അതിൻ്റെ അകത്തെ ഹോൾസ് ഞാൻ കാണിച്ചു തരാം, എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത്. ഇപ്പം എൻ്റെ കൈ അത്രയും ഇതായിട്ടിരിക്കുന്നതുകൊണ്ട് മൊബൈൽ ഉള്ളോട്ട് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ ഇനി ഇത് കാണിക്കാൻ പോകുന്നത് നമുക്ക് ടെർബോ ഒന്ന് നോക്കണം. ഇതിൻ്റെ സെൻസേഴ്സ് മൊത്തം നോക്കാനുണ്ട്. ഒന്നും വർക്കിംഗ് അല്ല. ഒരു 10-15 കോഡോളം ഉണ്ട്. ഫുള്ള് സെൻസറുണ്ട്. വണ്ടി ഒരു വിധത്തിലും പിക്കപ്പ് ലോസ്, ബ്ലാക്ക് സ്മോക്ക്, ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഫുള്ള് സെൻസേഴ്സും വർക്കാവാണ്ടിരിക്കുകയാണ്. ഇതാണ് ടെർബോ ചാർജറിൻ്റെ ഫാൻ. ആ ഫാന് നമുക്ക് ഫസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ആ ഇമ്പലറൊന്ന് ആ ഫാനിൻ്റെ ബ്ലേഡ് ഒന്ന് പിടിച്ച് കുലുക്കി നോക്കണം. പ്ലേ ഉണ്ടായില്ലയോ, ഓയിൽ കത്തുന്നുണ്ടോ എന്നൊക്കെ കണ്ടീഷൻ മനസ്സിലാവും. അത് കൈ കൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കൈ കൊണ്ട് കറക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് അതിൻ്റെ ബ്ലേഡ് ജാമുണ്ടോ, ഫാൻ കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. കൈ കൊണ്ട് എനിക്ക് കറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കാണിച്ചു തരാം. അതെടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ അകത്ത് ആ ബ്ലേഡിലിങ്ങനെ ആ ഫാനിൻ്റെ ലീഫിലിങ്ങനെ കറക്കി നോക്കണം അത് ജാമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഓക്കെയാണ്. പിന്നെ പ്ലേ ഉണ്ടാകുന്നും കൂടെ നോക്കുക. അതുകൊണ്ട് ക്ലിയറാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ടെർബോയുടെ ഫാന് ബ്ലോക്കൊന്നുമില്ല. ഇതാണ് നമ്മളെ EGRൻ്റെ മോട്ടർ കൺട്രോളിങ്. ഇതൊരു 5 വയർ വരുന്നുണ്ട്. 2 വയർ മോട്ടർ, പിന്നെ ബാക്കി സിഗ്നൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നേരെ കമ്പ്യൂട്ടർ തന്നെയാണ് പോകുന്നതല്ല. ഇത് അതിൻ്റെ ഒരു ഡൈഫ്രം കൺട്രോളിങ് ഷട്ടർ വാൾവാണ്. സോണാടാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ജാം ഉണ്ടാകുന്ന നോക്കുക. EGR വർക്കാവേണ്ട സമയത്ത് ഈ മോട്ടർ ജസ്റ്റ് ഒരു ബെയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുമ്പത്തായിട്ട്. എന്നിട്ട് അത് കറങ്ങിയാണ് ആ ഷട്ടറിനെ ഓപ്പൺ ആക്കുന്നത്. അങ്ങനെയാണ് EGR ഓപ്പൺ ആവുന്നത്. ഇതിൻ്റെ സർക്യൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ
ഇൻ്റർകൂളറിൽ സെൻസറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ നോക്കിയിട്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി ECMന് കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് ഇതിലോട്ട് സിഗ്നൽ വന്നിട്ട് ഈ മോട്ടർ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആവുന്നത്. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഗോയ്സ്, ഇല്ലറ്റിൻ്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് എയർ കിട്ടാണ്ട് ഫുള്ള് ബ്ലോക്കഡാണ് ഇല്ലറ്റ് ഹോൾസ്. ഇതിൽ കൂടെയാണ് എയർ വലിച്ചെടുത്തിട്ട് നമുക്ക് കത്തിച്ച് സൈലൻസറിൽ കൂടെ വിടുന്നത്. അപ്പം ഇവിടെ ഫുള്ള് ബ്ലോക്കഡാണ്, കരി കയറിയിട്ട് ബ്ലോക്കഡാണ്. അപ്പം എയർ കുറവ് ചെന്നിട്ട് ഫ്യൂവൽ മാത്രമാണ് ഡീസൽ കത്തിപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സ്മോക്ക് വരുന്നത്. ഫുള്ള് ബ്ലോക്കായി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇളക്കി എല്ലാം ക്ലീനാക്കി എടുക്കേണ്ടതുണ്ട്. ഒരുപാട് വർക്ക് എനിക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ബാക്കിയുള്ള എനിക്ക് കാണിക്കാനുള്ള ഒരിതില്ല. ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട്. കൈ ഒത്തിരിയും കരിയാണ്. അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കീപ് വാച്ചിങ്, സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.